ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് ആയതിന്റെ പേരിൽ തന്നെ നമ്മളെ മിൽക്ക് ചോക്ലേറ്റ് തന്നെ കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പക്ഷെങ്കിൽ ചിലർക്ക് ഈ കോക്കോ അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയത്. അത് കുട്ടികളും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരു മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റിക് ഉള്ളവർക്കാണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കിയത്. പിന്നെ നാലാമത്തെ ശരിയായ ചോക്ലേറ്റ് ഇയർ, നന്നായിട്ട് എപ്പോഴും ചോക്ലേറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ഡാർക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് ഡാർക്ക് ചോക്ലേറ്റ്, അത് വേഗനാണ്, അതിൽ തീരെ പാലൊന്നും ഉണ്ടാവില്ല, ആ ഒരു ചോക്ലേറ്റ് കൂടി ഞങ്ങൾ അങ്ങനെ 4 വേരിയന്റ് ആണ് വിയാചോക്ക് രക്തപുഷ്ടിയിലുള്ളത്. പിന്നെ വിയാചോക്ക് ഡെയിലിയിൽ ഡാർക്കും ലൈറ്റും മാത്രമേ ഉള്ളൂ. വിയാചോക്ക് രക്തപുഷ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഉദ്ദേശിച്ചതുപോലെ പ്രിസർവേറ്റീവോ കെമിക്കൽസോ അഡിറ്റീവ്സോ കളറോ ആനിമൽ ഫാറ്റോ ഒന്നും ചേർക്കാതെ വളരെ ശുദ്ധമായതാണ്. എപ്പോഴും നല്ല സാധനം വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് അത്രമാത്രം കിട്ടൂല. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ടേസ്റ്റ് വേണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് മാർക്കറ്റിൽ കിട്ടുന്ന ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടിൽ നമ്മുടെ ഫോർമുല ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇനിയൊരു വേരിയന്റ് വിയാചോക്ക് ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളത്. സ്ത്രീകളിൽ സാധാരണ എല്ലാ മാസവും അവർക്ക് നാച്ചുറൽ ബ്ലഡ് ലോസ് ഉള്ളതിൻ്റെ പേരിൽ അവർക്ക് അതേപോലെ അവർ കൂടുതലായിട്ട് അയൺ റിച്ച് ഫുഡ് കഴിക്കുകയും ആ കഴിക്കുന്ന ഫുഡ് ബോഡി അബ്സോർബ് ചെയ്യും എന്ന് ഉറപ്പുവരുത്തും വേണം. ഒരു ഉദാഹരണത്തിന് ഇപ്പോഴും നമ്മൾ ഡെയിലി ഈത്തപ്പഴം കഴിക്കുന്നത് നല്ല സ്വഭാവമാണ്. പക്ഷെ വെറും ഈത്തപ്പഴത്തിൽ കണ്ടമാനം അയൺ ഉണ്ട്. അതേമാതിരി തന്നെ അനാർ അഥവാ പോമിഗ്രാനൈറ്റ്, അതിൽ നിന്ന് കണ്ടമാനം അയൺ ഉണ്ട്. ചീരകളിലൊക്കെ കണ്ടമാനം അയൺ ഉണ്ട്. പക്ഷെ അത് മാത്രം കഴിച്ചത് കൊണ്ട് എന്താവില്ല, നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യില്ല. ഈ നോൺ ഹീം അയൺ ഫ്രൂട്ട്സിലും വെജിറ്റബിളിലും കിട്ടുന്ന നോൺ ഹീം അയൺ 2 to 5% മാത്രമാണ് ബോഡി അബ്സോർബ് ചെയ്യുക. അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ വിറ്റാമിൻ സി ആയ വല്ല സിട്രിക് ഫുഡോ അതിന്റെ ജ്യൂസോ അതിലെ സിട്രിക് ഫുഡോ, ഒരു ഉദാഹരണത്തിന് ഈത്തപ്പഴം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ നാരങ്ങയോ മുസമ്പിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിരിക്കണം. അപ്പൊ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അത് ലോങ് ടൈമിൽ കഴിക്കാനും പൊതുവെ ഇഷ്ടപ്പെടാറില്ല. ഈത്തപ്പഴമൊക്കെ കഴിക്കുമായിരിക്കും, പക്ഷേ ഈത്തപ്പഴവും അതിന്റെ കൂടെ ലൈം ജ്യൂസോ ഇനി അല്ലെങ്കിൽ നാരങ്ങയോ ഇതൊക്കെ കഴിക്കാന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ട്. അതിനൊക്കെ പകരമാണ് സിമ്പിളായിട്ട് ഒരു ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും അതേപോലെ തന്നെ പിന്നെ ഇത് പാല് കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ കൂടുതൽ അയണിന്റെ ആവശ്യമുള്ളതിനാൽ അവർ ദിവസം 2 or 3 കഴിക്കുന്നത് നല്ലതാണ്. സാധാരണഗതിയിൽ ഒരു ചോക്ലേറ്റ് കഴിച്ചാലും ഇതെന്തായാലും ഓവറൊന്നും ആവില്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും എല്ലാ മനുഷ്യന്മാർക്കും അയണിന്റെ ആവശ്യമുണ്ട്. അത് പ്രഗ്നൻസിയിലും ലാക്ടാക്ടിങ് പീരീഡിലും ഒക്കെ കൂടുതൽ ആവശ്യമുണ്ട്. സ്ത്രീകൾക്ക് എല്ലാ മാസവും ബ്ലഡ് ലോസ് ഉള്ളതുകൊണ്ട് അവർക്കും അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ട്. അതേപോലെ വർക്കിംഗ് വുമൻ ആണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യുന്ന, അതേപോലെ തന്നെ കൂടുതൽ സ്വെറ്റിംഗ് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും എക്സ്ട്രാ അയൺ ആവശ്യമുണ്ട്. വളരുന്ന കുട്ടികൾക്കും അവർക്കും അവരെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ അതാവില്ല. പക്ഷെങ്കിൽ കൂടുതൽ അയൺ റിച്ച് ഫുഡ് കഴിക്കുക, അതേമാതിരി തന്നെ അതിൻ്റെ കൂടെ കുറേ ചോക്ലേറ്റ് കഴിക്കുക, ഡെയിലി ഒരു 5-10 കഴിക്കുമ്പോഴുന്ന സമയത്താണ് പിന്നെ ഹൈപ്പർ അനീമിയ എന്ന് പറയുന്ന കുറച്ച് രക്തം കൂടുതലാവുക എന്നുള്ള അവസ്ഥ വരും. അപ്പോൾ തലവേദന ഇങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ ഹൈപ്പർ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മരുന്നൊന്നും സാധാരണ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാം. ഒരു 1-2 തവണ, ഒരു 3 മാസത്തിൽ ഒരിക്കൽ വെച്ചിട്ട് 1-2 തവണ നിങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോൾ അതെന്താവും, നിങ്ങളുടെ ഹൈപ്പർ അനീമിയ നിങ്ങൾക്ക് മാറിക്കിട്ടും.